ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ്. ലണ്ടനിൽ പോയിട്ടേ പരമോന്നത ഊക്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ ആരിപ്പൂവിൻ്റെ ഊക്ക് നക്കി വെളുപ്പിക്കാൻ, അതായത് ആസനം നക്കി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് BJP നേതാക്കൾ വരെ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. BJP തൊറ്റ MLA ആയിട്ടുള്ള യുവരാജ് ഗോകുൽ കുട്ടപ്പം പറഞ്ഞത്, അതായത് അവിഹിതത്തിലുണ്ടായ മകളെ നിക്കാഹ് കഴിക്കാൻ അനുവദിക്കുന്ന ഒരു പുരോഗമന മതം ആണെന്ന് ഉസ്താദ് വരെ പറഞ്ഞത്, ഉസ്താദ് പറഞ്ഞു വരണത് ആകെ ആ ലണ്ടനിലെ പഹയനും ആരിഫും മാത്രം അറിയാമായിരുന്ന വിഷയം 2 ദിവസം നിർത്താതെ ട്രോളി നാട്ടുകാരെ മൊത്തം അറിയിച്ചു. ഇതാണ് യുവരാജ് ഗോകുൽ പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും ഇവനെപ്പോലത്തെ സംഘവാണങ്ങൾ ആരിപ്പൂവിൻ്റെ തിട്ടം തിന്ന് ജീവിച്ച് അതിൽ പുളകം കൊണ്ട് ജീവിക്കുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈ കണക്കൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അതായത് ആരിപ്പൂ ഇന്നലെ മുതൽ ഒരു രക്ഷയില്ല. ആരിപ്പൂ ഇന്നലെ മുതൽ 10-20 പോസ്റ്റ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലായിട്ട് തിരിച്ചും മറച്ചിടുന്നുണ്ട്. ഞാൻ തോറ്റിട്ടില്ലേ ഫൈൽവ, ഞാൻ ജയിച്ചിട്ടുണ്ട്, ഇസ്ലാം തോറ്റേ, ഇന്റർനെറ്റ് വന്നതോടുകൂടി ഇസ്ലാം തീർന്നു എന്ന് പറഞ്ഞവനാണ് അവസാനം ഇന്റർനെറ്റ് തന്നെ ഊക്കിവിട്ട അവസ്ഥ. ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ്. ആരിപ്പൂവിൻ്റെ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ ഈ ദ്വാരങ്ങളിലൂടെ മൊത്തം ചാണകം കയറ്റി അത് അവസാനം അതല്ലാണ്ട് ഒലിച്ചിറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആരിപ്പൂ ഇങ്ങനെ നിൽക്കുമ്പോൾ, ആ നിന്ന അവസ്ഥയിൽ ആരിപ്പൂവിൻ്റെ മുഖത്തൊരു വെട്ടിയാൽ പോലും ചോര വരാത്ത അവസ്ഥയിലായിരുന്നു ആരിപ്പൂ ഇന്നലെ ഈ പറഞ്ഞ ഈ ലണ്ടൻ എന്താ പറയുക സംവാദത്തിൽ പൊളിഞ്ഞ് അടങ്ങിയിരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള BJP അല്ലെങ്കിൽ RSS സംഘ പരിവാണങ്ങൾ വന്നിട്ട് ഇപ്പോൾ ആരിപ്പൂവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, ഈ പറഞ്ഞ സ്വന്തം മകളെ വിവാഹം കഴിക്കാം എന്നുള്ളത് ഷാഫി മദ്ഹബിലുണ്ട്, അല്ലെങ്കിൽ ഷാഫി ഗ്രന്ഥങ്ങളിൽ ഇത് ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പം പലരും വന്നിട്ടുള്ളത്. ഈ ഇന്ത്യയിൽ പോട്ടെ, നമ്മുടെ ലോകത്തിൽ തന്നെ മൊത്തം വരുന്ന ഇസ്ലാം മദ്ഹബുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഷാഫി എടുത്തോ, അനഫി എടുത്തോ, ഷിയ എടുത്തോ, സുന്നി എടുത്തോ, നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോ, നിങ്ങൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരു 15% ഈ ഷാഫി മദ്ഹബിലുള്ള ആളുകൾ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതലുള്ളത്. അപ്പം ഈ വരുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഈ ഷാഫി മദ്ഹബിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗ്രന്ഥത്തിലാണ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യരുത്. അത് പ്രകൃതിപരമായിട്ടും സാമൂഹികപരമായിട്ടും തെറ്റാണെന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ഈ യുവരാജ് ഗോകുലിനെ പോലത്തെവന്മാരടക്കം ഒന്ന് ചിന്തിച്ചാൽ മതി. അവൻ്റെ ഒക്കെ കൂട്ടത്തിൽ കുറേ മുസ്ലിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെ ഞങ്ങൾ ഷാഫി മദ്ഹബിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ഷാഫി സുന്നികളാണ്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കല്യാണം കഴിക്കുന്നത്, അവൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ, ഈ യുവരാജ് ഗോകുലിൻ്റെ ഒക്കെ കൂട്ടത്തിൽപ്പെട്ട അത് മുസ്ലിങ്ങളായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് അവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ലണ്ടനിലുള്ള ഒരാൾക്കും ഈ പറഞ്ഞ ആരിഫിന് മാത്രമേ ഇത് അറിയുള്ളൂ, ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കിയാൽ മതി അത് മുസ്ലിമിൻ്റെ അടിസ്ഥാനത്തിലോട്ട് മുസ്ലിം വരെ എടുക്കാത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എടുത്തിട്ടോ പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ഇല്ലയെന്ന്. കാരണം നമ്മളിപ്പോൾ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുകയാണെങ്കിൽ, മത്സ്യപുരാണം, ശിവപുരാണം ഒക്കെ എടുത്തു വെച്ച് വായിച്ചു നോക്കിയാൽ അതിൽ ബ്രഹ്മാവ് സ്വന്തം മകളെ കല്യാണം കഴിച്ചു, അതിനാൽ ശിവന് കോപം വന്നിട്ട് ശിവൻ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല വെട്ടി എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നാളെ ഒരു ഹിന്ദു എന്ന് പറയാണ്, ബ്രഹ്മാവ് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മാവ് സ്വന്തം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള 100 തലയുള്ള പേരെന്തായിരുന്നു, ശതരൂപയായിട്ടുള്ള സരസ്വതി എന്നൊക്കെ പിന്നെ നമുക്ക് പറയാം. ആളെ സാവിത്രി, സരസ്വതി, പിന്നെ ഗായത്രി എന്നൊക്കെ നമുക്ക് പറയാം. ഗായത്രി ദേവിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ ആദ്യ മനുഷ്യനായിട്ടുള്ള മനു, അതിനുശേഷമുള്ള സകല ജീവജാലങ്ങളും അങ്ങനെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാനും എൻ്റെ മകളെ കല്യാണം കഴിക്കും എന്നൊരു ഹിന്ദു എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമ്മളെങ്ങനെ എടുക്കും? ബുദ്ധിയുള്ളവർ സാധാരണ എന്താ ചെയ്യുക? തള്ളിക്കളയും. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ ഓരോ കഥകളുണ്ട്. ഞാൻ ഈ കഥ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഓരോ ഗ്രന്ഥങ്ങളെടുത്ത് ഇങ്ങനെ സ്വയം മൂക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോരുത്തന്മാർ. അപ്പം ഇത് യുവരാജ് ഗോകുലിനെ പോലത്തെ വിവരം കെട്ട സംഘവാണങ്ങളോടാണ് പറയാനുള്ളത്. നമ്മൾ ഈ ശിവപുരാണം അതുപോലെ തന്നെ മത്സ്യപുരാണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ട് ബ്രഹ്മാവ് ആദ്യമായിട്ട് ഒരു സ്ത്രീയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വന്തം ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്ത്രീയാണ് ശതരൂപ, അതായത് 100 രൂപത്തിലുള്ളവൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ സരസ്വതി ദേവിയെ ഉണ്ടാക്കുന്നത്. അങ്ങനെ സരസ്വതി ദേവിയുടെ മുഖത്തെ സൗന്ദര്യം, സ്വന്തം സൃഷ്ടിയാണെങ്കിൽ പോലും സ്വന്തം, അതായത് മകളായിട്ടാണ് കാണുന്നത്. പക്ഷേ മുഖത്തെ സൗന്ദര്യം കണ്ടിട്ട് തീവ്രമായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ നോട്ടത്തിൽ സഹിക്കാൻ പറ്റാണ്ട് സരസ്വതി ശതരൂപ പല ഭാഗങ്ങളിലോട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നേരെ ഓടിയപ്പം ബ്രഹ്മാവിൻ്റെ നേരെയുള്ള തല, ഈ വശത്തോട് ഓടിയപ്പം ബ്രഹ്മാവിന് അവിടെ ഒരു തലയുണ്ടായി, ഈ വശത്തോട്ട് ഓടിയപ്പം ബ്രഹ്മാവിന് മറ്റൊരു തലയുണ്ടായി, പിറകോട്ട് ഓടിയപ്പം പിറകിലൊരു തലയുണ്ടായി, അവസാനം മേലോട്ട് ഓടിയപ്പം മേലത്ത് ഒരു, അതായത് ഇങ്ങനെ നോക്കിക്കൊണ്ടൊരു തലയുണ്ടായി എന്നാണ് ഈ ഒരു മിത്തോളജിയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായ സമയത്ത് അങ്ങനെ അവരുടെ കൂടിച്ചേരലിൽ നിന്നുമാണ് ആദ്യ മനുഷ്യനായിട്ടുള്ള മനു എന്നുണ്ടാകുന്നതും അതിനുശേഷം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും എന്ന് പറയപ്പെടുന്നു. പക്ഷേ തീവ്ര ബ്രഹ്മചാരിയായിട്ടുള്ള, അതല്ലെങ്കിൽ ലൗകിക സുഖങ്ങൾ പാടില്ലാത്ത ബ്രഹ്മാവ് ഇങ്ങനെ ചെയ്തതിൽ കോപം പൂണ്ട് ഭൈരവ രൂപത്തിൽ ഇറങ്ങി വരികയായിരുന്നു ആര്? നമ്മുടെ ശിവൻ. അങ്ങനെ ശിവൻ വന്നിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല അങ്ങ് വെട്ടി. മാത്രവുമല്ല
ലോകത്തോട് പറഞ്ഞു, ഇത്തരം ചിന്തകളുള്ള ബ്രഹ്മാവിനെ നിങ്ങളാരും ആരാധിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ അമ്പലങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും എവിടെ ഇല്ലാണ്ടായി പോയത് എന്നാണ് ഈ ഐതിഹ്യത്തിൽ പറയുന്നത്. ആകെ ഒരു അമ്പലമായിട്ടാണുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ബ്രഹ്മാവിൻ്റെ. അപ്പം അത് തന്നെ പലരും അതിന് എഗെയിൻസ്റ്റ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കഥ അവിടെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ശരിയാണല്ലോ, ദൈവമായിട്ടുള്ള ബ്രഹ്മാവ് പോലും ലോക സൃഷ്ടിയായിട്ടുള്ള ബ്രഹ്മാവ് പോലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ ഒന്ന് കിട്ടിയാൽ എന്നുള്ള തോന്നൽ ഒരു ഹിന്ദുവിനോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സനാതനിക്കോ ഉണ്ടോ? ഇല്ല, ആർക്കുമില്ല. നമ്മൾ ഈ കഥകളൊന്നും കേൾക്കാറോ കാണാറോ ചെയ്യാറോ ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ എന്താണോ നമ്മളെ ഇത്രയും കാലം പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് നമ്മൾ അങ്ങനെ ജീവിക്കരുത്. അപ്പം യുവരാജ് ഗോകുൽ ചിന്തിച്ചാൽ മതി, സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ പുരാതന അല്ലെങ്കിൽ തൻ്റെ പൂർവികർ ആരെങ്കിലും ഒക്കെ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ മതത്തിനെ കുത്തിക്കയറ്റി ഒരു സുഖം കണ്ടെത്തുന്ന ആ ഒരു ഈ ശാഖയിലെ കൊണ്ടന്മാരുടെ പ്രശ്നമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്. അതാണ് നീയും ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി EA ജബ്ബാറിനെ പോലത്തെ മറ്റ് ഓളികൾ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വലിയ വലിയ പോസ്റ്റുകൾ ഇട്ടു. അതായത് സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ എങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതായിരുന്നു EA ജബ്ബാറിൻ്റെ ഒരു പോസ്റ്റ്. അതായത് സ്വന്തം ബീജത്തിൽ പിറന്ന മകളെ പിതാവിന് വിവാഹം ചെയ്യുന്നത് അനുവദീയമാണ് എന്ന് ഇസ്ലാമിലെ ഷാഫി മദ്ഹബ് വിധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ അധികവും ഷാഫി മദ്ഹബിൽ പിന്തുടരുന്നവരാണ്. EA ജബ്ബാറും ചിലപ്പോൾ ഷാഫി മദ്ഹബിലായിരിക്കാം. ഇനി EA ജബ്ബാറിൻ്റെ വല്യാപ്പയാണോ EA ജബ്ബാറിൻ്റെ വാപ്പ എന്ന് ചോദിക്കുന്നതോട് തെറ്റുണ്ടോ അറിയില്ല. കാരണം അങ്ങനെ മദ്ഹബിലുണ്ട്. അത് എന്താ പറയുന്നത്, അത് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അതായത് അതിൻ്റെ ഇടയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് നമ്മുടെ നാട്ടിൽ മൊത്തം ഷാഫിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വിധിക്കപ്പെട്ടിട്ട് നമ്മളതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്ന് EA ജബ്ബാർ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ EA ജബ്ബാറിൻ്റെ വല്യാപ്പയായിരിക്കാം EA ജബ്ബാറിൻ്റെ വാപ്പയും. കാരണം EA ജബ്ബാറിൻ്റെ വല്യാപ്പ EA ജബ്ബാറിൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായ മകനാണോ EA ജബ്ബാർ? അല്ലെങ്കിൽ EA ജബ്ബാറിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അതല്ലെങ്കിൽ EA ജബ്ബാറിൻ്റെ സൊസൈറ്റിയിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കാരണം ഷാഫി മദ്ഹബ് കൂടുതലുള്ള ആളുകളാണല്ലോ അല്ലേ കേരളത്തിൽ. അപ്പോൾ EA ജബ്ബാർ തന്നെ വന്ന് പറയട്ടെ, അങ്ങനെ ഒരാൾ EA ജബ്ബാർ കാണിച്ചു തരട്ടെ, മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കെട്ടുകയാണ് എന്നും പറഞ്ഞിട്ട് കുടുംബത്തിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണപ്പെടുന്ന ഇപ്പോഴുള്ള ഈ സമൂഹത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ EA ജബ്ബാർ അത് പറയട്ടെ. അതുപോലെ തന്നെ ആരിഫിൻ്റെ കുടുംബക്കാരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആരിഫ് ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, സംഘികളും ക്രിസംഘികളും ഒക്കെ മുസ്ലിങ്ങൾ അറിയാത്ത ആളുകളൊന്നും അല്ല. അവരുടെ കുടുംബം അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുപാട് പേര് കാണുമായിരിക്കും. അപ്പം അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, ഇങ്ങനെ സംഭവം ഉണ്ടോ, ഇങ്ങനെയാണോ നിങ്ങൾ? അപ്പോൾ തിരിച്ച് ഈ മുസ്ലിങ്ങൾ തിരിച്ചും ചോദിക്കുക, ബ്രഹ്മാവ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു കഥകൾ ഈ പറഞ്ഞ ശിവപുരാണത്തിലും മത്സ്യപുരാണത്തിലൊക്കെ ഉണ്ട്, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥമില്ലാണ്ട് അവിടെ തീർന്നു, ആ ഡിബേറ്റ് അവിടെ തീർന്നു. അപ്പം അത് വെച്ചിട്ട് അങ്ങ് ഇസ്ലാമിനെ തീർത്ത് കളയാം എന്ന് ആരിഫ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നാരിഫെ, അത് നിൻ്റെ വെറും തോന്നൽ മാത്രം. നീ വെറുതെ ചിന്തിച്ചാൽ മതി. നീ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടാക്കി, നിന്റെ ആ കോൺട്രവേഴ്സി കണ്ടിട്ട് സംഘികൾ നിന്റെ വീഡിയോ കണ്ട് അങ്ങോട്ട് പുളകം കൊള്ളുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ടോ? നീ ഇന്നലെ ഇട്ട വീഡിയോക്ക് എത്ര വ്യൂസ് വന്നു? 100,000 പോലും ആളുകൾ കണ്ടിട്ടില്ല അല്ലേ ഈ സമയം കൊണ്ട്. സാധാരണ നീ ഇത്തരത്തിലുള്ള ഊക്കിടുമ്പം ആളുകൾ വന്ന് കൈയടിച്ച് നിന്നെ പ്രോത്സാഹിപ്പിച്ച് നിന്നെ അങ്ങനെ പരമോന്നത അവസ്ഥയിലെത്തിക്കാറുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ലപ്പം എന്നുള്ളതാണ് സത്യം. നീ ഇട്ട പോസ്റ്റുകൾക്കുള്ള ലൈക്കുകളും ഷെയറുകളൊക്കെ നീ നോക്ക്. പണ്ട് 10,000, 20,000, 30,000, 40,000 ലൈക്കും ഷെയറൊക്കെ കിട്ടിയ നീ ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയും തോറും നിൻ്റെ വ്യൂസും നിൻ്റെ ലൈക്കുകളും നിൻ്റെ സകലതും കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നീ പറയുന്ന കള്ളത്തരങ്ങളും നീ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് ചിന്താഗതിയോടുകൂടി നീ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ചെറ്റത്തരങ്ങളും ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അതായത് ജൂതൻ്റെ പൈസ വാങ്ങി ഇസ്രായേലിലോട്ട് ആദ്യ വിസിറ്റ് നീ കഴിഞ്ഞ വർഷം നടത്തി. അന്നത്തെ വിസിറ്റിന് ശേഷം നീ രണ്ടാമത്തെ വിസിറ്റ് ഇപ്പം നമ്മുടെ നാട്ടിലെ സകല ഈ തീട്ടത്തിലെ ഈച്ചകൾ എന്ന് പറയും, അതുപോലെ നീയായ തീട്ടത്തിൻ്റെ ചുറ്റുംപാട് നിൽക്കുന്ന ഈ ഫസൽ കാരാട്ടിനെ പോലത്തെ കുറച്ച് ഈച്ചകളെയും കൊണ്ടിട്ടാണ് നീ ഇപ്രാവശ്യം ഇസ്രായേലിലോട്ട് പോയത്. ഇതാ അവനും കൂടെ കിട്ടുന്ന എച്ചിലിൻ്റെ ബാക്കി കൊടുക്കാൻ, അതായത് ഈ ജൂത ഫണ്ടിൻ്റെ ബാക്കി കൊടുക്കാൻ. അത് ഇപ്പം ഇന്നും ഇന്നലെയല്ല, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഗസയിലെ കൂട്ടക്കൊലയും ഈ പലസ്തീനെതിരെ ഇവന്മാർ കാണിക്കുന്ന പരിപാടികൾക്കൊക്കെ എതിരെ അവരെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് ലോക ശ്രദ്ധ കുറയുന്നു, ലോക സപ്പോർട്ട് കുറയുന്നു എന്നുള്ള രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ഇൻഫ്ലുവൻസേഴ്സിനെ കളക്ട് ചെയ്തിട്ട് അവർക്ക് കാശ് കൊടുത്തിട്ട് അവരുടെ പ്രൊപ്പഗണ്ട പരത്താൻ വേണ്ടിയിട്ട് വിളിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ് ആരിഫ് എന്ന് ആരിഫ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടത് തന്നെ ബാക്കി ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം പിതാവാണെന്ന് വരെ നമ്മുടെ അവിടെ പോയിട്ട് മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് അവാർഡ് വാങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ പറഞ്ഞ ടീംസ് മൊത്തം. അതിനാണ് ഇസ്രായേലിൽ വിസിറ്റ് ചെയ്യുന്നില്ല. ഇസ്രായേൽ അവിടെ മാങ്ങാത്തൊലി ഒലത്തി വെച്ചിട്ടല്ല, പൈസ കിട്ടും. അവിടെ ചില അവരുടെ പ്രൊപ്പഗണ്ടാസ് അവർ പറഞ്ഞു കൊടുക്കും, അവരുടെ PR കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അത് അതുപോലെ വന്ന് ഇവിടെ ഛർദ്ദിക്കും. ഈ നാട്ടിലെ സംഘികൾ അത് കണ്ട് പുളകം കൊള്ളും. കാരണം കഴിഞ്ഞ ദിവസം നെതന്യാഹു തന്നെ ഒന്ന് പറഞ്ഞില്ലേ, ഇന്ത്യ ഞങ്ങൾക്കൊപ്പമുണ്ട്, ലോകരാജ്യങ്ങൾ മൊത്തം അവർക്കെതിരെ, അവരുടെ വംശീയ ഹത്യക്കെതിരെ എല്ലാത്തിനെതിരാണെങ്കിൽ ഇന്ത്യയിലെ 140 കോടി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് 140 ഞങ്ങളെ പെടുത്തണ്ട. ആ 140 നീ പെടുത്തിക്കുക സംഘികളെയും ക്രിസംഘികളെയും. പിന്നെ നിനക്ക് വേണ്ടി ഇത്തരം PR വർക്ക് ചെയ്യുന്ന ഈ ആരിഫിനെ പോലത്തെ തിട്ടങ്ങളെയും നിങ്ങൾ അതിൽ പെടുത്തിക്കോ, കുഴപ്പമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവന്മാരുടെ അങ്ങോട്ടുള്ള പോക്ക്. എങ്ങനെയാണ് അത് പച്ചക്ക്
അതായത് ഇസ്രായേൽ ഏത് രീതിയിലാണ് ഈ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ, താഴത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. അതായത് ഇസ്രായേലിൻ്റെ 2026 ബഡ്ജറ്റ്, 25 ബഡ്ജറ്റ്, അത് കഴിഞ്ഞ് 26 ബഡ്ജറ്റ് പബ്ലിക് ഡിപ്ലോമസി, പൊതുജനസമ്പർക്ക പ്രചാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം $72.9 കോടി, അതായത് $729 മില്യൺ വകയിരുത്തി വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ 40% തുകയ്ക്ക് പാർലമെൻറ്റ് ഇതിനകം അംഗീകാരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏത് 2026 തുടക്കത്തിൽ 40% അന്നേ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ കിട്ടിയ ഗഡു വാങ്ങിക്കാനായിരുന്നു ആരിഫ് ആദ്യം പോയിരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗഡു ഇപ്പോൾ 6 മാസം കഴിഞ്ഞ്, എക്സാക്ട്ലി നിങ്ങൾ നോക്കുക, കറക്റ്റ് 6 മാസം കഴിഞ്ഞ് അടുത്ത വിസിറ്റിന് ആരിഫ് അവിടെ എത്തി. ബാക്കി പൈസ റിലീസ് ചെയ്തിട്ടുണ്ടാവും. പൈസ വാങ്ങാനും അത് വെച്ചിട്ടുള്ള നെക്സ്റ്റ് പ്രൊപ്പഗണ്ട ഇവിടെ വന്ന് പരത്താനുമാണ്. അതല്ലാണ്ട് ആരിഫിൻ്റെ കൂട്ടക്കാരും വന്നിട്ട് ഈ മറ്റേ നിങ്ങളിങ്ങനെ കാണാറില്ല, ഈ ലൈവിൽ വന്നിട്ട് വലിയ വലിയ ഗ്രാഫുകളും ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇവർ കൊടുക്കുന്ന ഡാറ്റാസ്. അതല്ലാണ്ട് UNO അല്ലെങ്കിൽ UNൻ്റെ റിലേറ്റഡ് സംഘടനകളോ ലോകത്തെ ഒരു സംഘടനകളും കൊടുക്കുന്നതല്ല. ജൂതൻ ഉണ്ടാക്കിയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ആരിഫിനെ പോലത്തെ വിവരം കെട്ട് അല്ല ആരിഫിൻ്റെ ആ കൂട്ടത്തിൽ ലൈവിലിരിക്കുന്ന സകല ഉച്ചാളികൾക്കും വീതിച്ചു കൊടുക്കും. എന്നിട്ട് അത് വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാശ് കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, $729 മില്യൺ ആണ് ഒരു വർഷത്തേക്ക് മാത്രം വകയിരുത്തി വെച്ചിട്ടുള്ളത്. അതായത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ശക്തമാക്കാനും ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സർ എന്നിവരെ ഇസ്രായേലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാധീനിക്കുവാനുമാണ് ഈ പണം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബാക്കി പത്രം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ ഓപ്പൺ സോഴ്സ് ലിങ്ക് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ് ഇസ്രായേലിൻ്റെ നല്ല പേരിന് വേണ്ടിയിട്ട് PR വർക്കിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ളതും അതിൻ്റെ ബേസിക്കും എന്താണെന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിന് പെട്ടപ്പെടാന്നുണ്ട് വരും. അതിൻ്റെ എമൗണ്ടും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഒരാളെ വിളിക്കുന്നത് എന്നുള്ളത്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ ആരിഫ് മോനും. പിന്നെ ഇതിൽ വരുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അർജൻറ്റീന, ഇന്ത്യ, മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക്, ഇൻഫ്ലുവൻസേഴ്സിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് പോകുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഹിലരി ക്ലിൻ്റനാണ് പ്രസ്താവിക്കുന്നത്, അമേരിക്കയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഇസ്രായേലിൻ്റെ പ്രതിച്ഛായക്ക് വലിയ വെല്ലുവിളി ഉണ്ടായിട്ടുണ്ട്. ടിക്ടോക്ക് പോലെയുള്ള മാധ്യമങ്ങളാണ് ഇതിന് കാരണമെന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഇസ്രായേലിൻ്റെ നയങ്ങളാണ്. ജനങ്ങൾ തത്സമയം കാണുന്ന യാഥാർത്ഥ്യങ്ങളെ ഇത്തരം പണം ഒഴുക്കി പ്രചാരങ്ങൾ കൊണ്ട് മായ്ച്ചു കളയാൻ കഴിയില്ല എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതിപ്പം ലോകത്തിന് മുമ്പിൽ ഓരോ ദിവസം അതിങ്ങനെ പൊളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ചെയ്യുന്ന പരിപാടികളും കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു വീഡിയോക്ക്, ഒരു റീലിനൊക്കെ $6,000-7,000 വെച്ചിട്ടാണ് ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ വർഷം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ടുള്ള പ്രൗഡ് സയനിസ്റ്റ് എന്ന് പറഞ്ഞത്, പ്രൗഡ് ജൂതൻ, പ്രൗഡ് കൊലയാളി എന്നും പറഞ്ഞാൽ അവിടെ പോയിട്ട് തൊള്ള തുറക്കുന്ന ഇവൻ്റെ കണ്ണാക്കിലോട്ട് എത്ര കിട്ടിയിട്ടുണ്ടാവും? ഇവൻ തുപ്പിക്കൊടുക്കുന്നത് കിട്ടുന്നത് ഈ പറഞ്ഞ ഫസൽ കാരാട്ടനെ പോലത്തെമാർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, ഓരോ മതത്തിലും പറയപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളും പല ഗ്രന്ഥങ്ങളിലും പലത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതാണോ നമ്മുടെ സമൂഹത്തിൽ പിന്തുടർന്ന് വന്നത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ മതത്തിൽ പോലും അതാണോ പിന്തുടർന്ന് വന്നത്? അതല്ലെങ്കിൽ ഷാഫി മതബിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഷാഫി മതപണ്ഡിതന്മാർ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ കല്യാണം കഴിച്ച് എൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പടച്ചോൻ പറഞ്ഞത് ഇതാണ് എന്നും പറഞ്ഞിട്ട് സ്വന്തം മകളെ, അതായത് വിവാഹത്തിലൂടെ അല്ലാതെ, അതായത് വ്യഭിചരിച്ചിട്ടായിട്ടുള്ള മകളെ കല്യാണം കഴിച്ചത് നിങ്ങൾ ആരെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാനോ കാണിക്കാനോ പറ്റുമോ? ഇല്ല. അതേ സ്ഥാനത്ത് ഞാൻ ഇപ്പോൾ തിരിച്ചു, ബ്രഹ്മാവ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യും എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? അതും കാണിച്ചു തരാൻ പറ്റില്ല. അതൊന്നും സാമൂഹിക വ്യവസ്ഥയ്ക്ക് പറഞ്ഞതോ പ്രകൃതി വ്യവസ്ഥയ്ക്ക് പറഞ്ഞതോ ഒരു സാംസ്കാരിക വ്യവസ്ഥയ്ക്ക് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളല്ല. ചിന്തിച്ചാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ മതം കുത്തിക്കയറ്റി ഈ യുവരാജ് ഗോകുലിനെ പോലത്തെ ചെറ്റകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരോട് എനിക്ക് ചോദിക്കാം, നീയൊക്കെ നിൻ്റെ തള്ളനി, അതല്ലെങ്കിൽ നിൻ്റെ തള്ളയുടെ തന്ത, നിൻ്റെ തള്ളനെ കെട്ടിട്ടാണോ നീയൊക്കെ ഉണ്ടായതെന്ന് സ്വയം ചിന്തിച്ച് ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആരിഫ് മാക്സിമം എത്ര നിലത്ത് കിടന്ന് വെകിളി പൂണ്ടി നടന്നിട്ടും ഒരു രക്ഷയില്ല, പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ പണികൾ കിട്ടാനായിട്ട് ആരിഫ് എത്ര കാലം ജീവിച്ചിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കഷ്ടം, അല്ലാണ്ട് എന്ത് പറയാനല്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.